അസ്സലാമു അലൈക്കും. ഫിഹാദ ഷർഹുൽ മുബസ്സത്ത്, അതായത് വളരെ ലളിതമായ ഈ ഒരു വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാണിജ്യ നിയമങ്ങളിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കാണാറുണ്ടല്ലേ. എന്നാൽ ഇത്തരം സങ്കീർണതകൾ ഒഴിവാക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വളരെ കൃത്യമായ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് നമ്മൾ ഇന്നിവിടെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനായി ആശ്രയിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിഖ്, അതായത് കർമ്മശാസ്ത്ര പാഠപുസ്തകത്തിലെ 3ാമത്തെ പാഠമാണ്. കേൾക്കുമ്പോൾ വെറുമൊരു സ്കൂൾ പുസ്തകമല്ലേ എന്ന് തോന്നിയേക്കാം, പക്ഷേ സത്യത്തിൽ ഇതൊരു പക്ക പ്രാക്ടിക്കലായ ലീഗൽ ബ്ലൂ പ്രിന്റാണ്. ഇന്നത്തെ മോഡേൺ കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റുകളുടെ പല ബേസിക് ഫൗണ്ടേഷൻസും ഈയൊരു ചെറിയ പാഠഭാഗത്ത് എത്ര കൃത്യമായിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് കണ്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 1. അസ്സലാം എന്ന കോൺസെപ്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. 2. ഈ കരാറിന്റെ 5 അടിസ്ഥാന ശിലകൾ. 3. ഇത് പാലിക്കപ്പെടേണ്ട കർശനമായ 5 നിബന്ധനകൾ. വളരെ സ്ട്രക്ചേർഡായ ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, നമുക്ക് നേരെ 1ാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ ടു അസ്സലാം, അതായത് ഫോർവേഡ് സെയിൽസ് അഥവാ മുൻകൂർ വിൽപ്പന എന്ന ആശയം. എന്താണ് ഈ അസലം? അറബിയിൽ ഇതിനെ ബൈഉ ഷൈഇൻ മൗസൂഫിൻ ഫിദ്ദിമ്മ എന്നാണ് വിളിക്കുന്നത്. അതായത് ഭാവിയിൽ നൽകാമെന്ന ബാധ്യതയോടെ വളരെ കൃത്യമായി വർണ്ണിക്കപ്പെട്ട ഒരു വസ്തുവിന്റെ വിൽപ്പന. സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്തൊരു സാധനം ഭാവിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു വിൽക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇല്ലാത്തൊരു സാധനം വിൽക്കുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെടാനുള്ള റിസ്ക് എത്ര വലുതാണല്ലേ. ആ ഒരു റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇത്രയും കർശനമായൊരു നിർവചനം തന്നെ ഇതിന് നൽകിയിരിക്കുന്നത്. ഈയൊരു വാണിജ്യ രീതിക്ക് ലീഗൽ വാലിഡിറ്റി നൽകുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു പ്രവാചക വചനമാണ്. വളരെ കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റാണിത്. ആരെങ്കിലും ഒരു വസ്തുവിന് മുൻകൂർ പണം നൽകുകയാണെങ്കിൽ അറിയപ്പെടുന്ന അളവിലും അറിയപ്പെടുന്ന തൂക്കത്തിലും അറിയപ്പെടുന്ന ഒരു കാലാവധിയിലേക്കും അവൻ മുൻകൂർ പണം നൽകട്ടെ. ഇവിടെ ഈ അറിയപ്പെടുന്നത് എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ചുമ്മാതല്ലത്. കച്ചവടത്തിൽ ഒട്ടും അവ്യക്തത പാടില്ല, യാതൊരു തർക്കങ്ങൾക്കും ഇടവരുത്തരുത് എന്നുള്ള വലിയൊരു നിർബന്ധം ഇതിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് 2ാമത്തെ ഭാഗത്തേക്ക് പോയി ഈ കരാർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ദ 5 പില്ലേഴ്സ്, അതായത് ഇതിൻ്റെ 5 അടിസ്ഥാന ശിലകൾ അഥവാ അർക്കാനുകൾ. ഏതൊരു വലിയ കെട്ടിടത്തിനും വളരെ സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ വേണ്ടതുപോലെ ഈയൊരു കോൺട്രാക്റ്റിനും 5 നെടുന്തൂണുകളുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ആ 5 ക്ലാസിക്കൽ ടേംസ് ഇതൊക്കെയാണ്: മുസ്ലിം ഇലഹി, മുസ്ലിം ഫീഹി, റാസുൽ മാൽ, പിന്നെ സീഗ. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് തോന്നിയേക്കാം, പക്ഷെ പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഈ വാക്കുകളെ ഇന്നത്തെ മോഡേൺ ബിസിനസ് ലോഗോവുമായി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ മുസ്ലിം എന്ന് പറയുന്നത് വാങ്ങുന്നയാളാണ്, അതായത് ദ ബയർ. മുസ്ലിം ഇലൈഹി വിൽക്കുന്നയാളാണ്, ദ സെല്ലർ. ഇനി മുസ്ലിം ഫീഹി എന്നത് നമ്മൾ വിൽക്കുന്ന ആ പ്രോഡക്റ്റ് അഥവാ കമോഡിറ്റിയാണ്. റഅസുൽ മാൽ എന്നത് ഇതിൻ്റെ വില അല്ലെങ്കിൽ മൂലധനം. ലാസ്റ്റ് വൺ സീഗ, ഇതാണ് കരാറിലെ ഓഫറും സ്വീകരിക്കലും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. പണ്ടത്തെ ആളുകൾ വാണിജ്യത്തെ എത്ര കൃത്യമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഈ സീഗ അഥവാ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയായിരിക്കുമെന്നറിയാമോ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ വിവരിക്കപ്പെട്ട തുണിക്ക് പകരമായി ഞാൻ ഈ ദിർഹം നിങ്ങൾക്ക് മുൻകൂറായി നൽകുന്നു. ഇത്രയേ ഉള്ളൂ. എത്ര ലളിതവും ഡയറക്റ്റുമാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്താണ് തരുന്നതെന്നും എനിക്ക് എന്താണ് തിരികെ വേണ്ടതെന്നും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇനി നമുക്കിതിലെ അവസാനത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് വരാം. ദ 5 കണ്ടീഷൻസ്. വെറുമൊരു വാഗ്ദാനത്തെ ലീഗലായി വാലിഡാക്കുന്ന കർശനമായ 5 നിബന്ധനകൾ അഥവാ ശുറൂത്തുകൾ. ഇതാണ് ശരിക്കുമുള്ള ഗാർഡ് റീൽസ്. ഇതിലാദ്യത്തെ 2 നിബന്ധനകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1ാമത്തെ കാര്യം, ഈ കരാർ സംസാരിച്ചുറപ്പിക്കുന്ന ആ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുൻപ് തന്നെ പണം മുഴുവനായും കൊടുത്തിരിക്കണം. പകുതി പണം ഇപ്പം തരാം, ബാക്കി നാളെ തരാം എന്നൊന്നും പറയാൻ പറ്റില്ല. 2ാമത്തെ കാര്യം, നമ്മൾ വിൽക്കാൻ പോകുന്ന ആ സാധനം ഒരു ഫ്യൂച്ചർ ലയബിലിറ്റി ആയിരിക്കണം. അതായത് അറബിയിൽ പറഞ്ഞാൽ ദെയിൻ, അല്ലാതെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു പ്രത്യേക സാധനം അഥവാ ഐനാകാൻ പാടില്ല. കോമൺ സെൻസ് ആണല്ലേ. മുന്നിലിരിക്കുന്നൊരു സാധനം വാങ്ങാൻ നമുക്ക് മുൻകൂർ കരാറിന്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങാമല്ലോ. ഈയൊരു പോയിന്റ് പാഠഭാഗത്ത് വളരെ രസകരമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് 3ാമത്തെ കണ്ടീഷൻ, വാലിഡായൊരു കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞ സമയത്ത് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അല്ലാതെ ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് പഴുത്ത ഫ്രഷ് ഈത്തപ്പഴം കൊണ്ടുവന്നു തരാം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല.
അത് തീർത്തും അസാധ്യമായ ഇൻവാലിഡായ ഒരു കാര്യമാണ്. അസാധ്യമായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുൻകൂർ പണം വാങ്ങുന്നത് പൂർണ്ണമായും തടയാനാണ് ഈ കണ്ടീഷൻ. ഇനി 4ാമത്തെ നിബന്ധന, നമ്മൾ നൽകേണ്ട ചരക്കിന്റെ അളവ് എക്സാക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് 4 രീതികളാണ് പറയുന്നത്. ഒന്നുകിൽ വോളിയം നോക്കാം, അഥവാ കീൽ, അല്ലെങ്കിൽ ഭാരം നോക്കാം, അതായത് വസൻ, അതുമല്ലെങ്കിൽ നീളമളക്കാം, അഥവാ ദർ. അവസാനമായി എണ്ണം വെച്ച് തിട്ടപ്പെടുത്താം, അതായത് അദ്. ഇതിൽ ഏതെങ്കിലും ഒന്നുപയോഗിച്ച് അളവ് കൃത്യമാക്കിയിരിക്കണം. ഏകദേശം ഇത്രയൊക്കെ വരും, ഒരു കണക്കിനിരിക്കട്ടെ എന്നൊക്കെയുള്ള ഊഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമേയില്ല. വാണിജ്യത്തിൽ കൃത്യത നിർബന്ധമാണ്. അവസാനമായി 5ാമത്തെ നിബന്ധന, സാധനം എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് കരാർ ഉണ്ടാക്കുന്ന സ്ഥലം ഡെലിവറി ചെയ്യാൻ പറ്റിയ ഇടമല്ലെങ്കിലോ, അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ട്രാൻസ്പോർട്ട് ചാർജ് വരുമെങ്കിലോ ഇത് മസ്റ്റാണ്. കാരണം നാളെ ട്രാൻസ്പോർട്ടേഷൻ കാശിന്റെ പേരിൽ വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലൊരു തർക്കമുണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു ദീർഘവീക്ഷണം? അപ്പോൾ ഇതെല്ലാം കണ്ടുകഴിയുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേവലം 9ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം വാണിജ്യ കാര്യങ്ങളിൽ ഇത്രത്തോളം പെർഫെക്ഷൻ ആൻഡ് പ്രിസിഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ഹൈടെക് മോഡേൺ കോൺട്രാക്റ്റുകൾ ഇതിൻ്റെയൊക്കെ 7 അയലത്ത് വരുമ്പോൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പഴയകാലത്തെ ഈ നിയമങ്ങൾ ഇന്നും എത്രത്തോളം റെലവൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് ഈ വിവരണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.